Preparation of Income and Expenditure Account, question number 10. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ടുണ്ടായിരിക്കും. നന്നായി വായിച്ച് നോക്കാം. ആ സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണോ അല്ലെങ്കിൽ ഏതൊക്കെ ഐറ്റത്തിൻ്റെ കൂടെ ആണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ ഐറ്റത്തിൻ്റെ അവിടെ ടിക്ക് ഇടാം. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണാം. എല്ലാവരും പ്രോബ്ലം വായിച്ച് കാണുമെന്ന് വിചാരിക്കണം. ഇവിടുത്തെ കറൻറ്റ് ഇയർ ഏതാണ്? കറൻറ്റ് ഇയറിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഏത് പ്രോബ്ലം ആയാലും ആദ്യം ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് കറൻറ്റ് ഇയർ ഏതാണെന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 31 ഡിസംബർ 2018 അപ്പോൾ കറൻറ്റ് ഇയർ എന്ന് പറയുന്നത് ഏതാണ്? 1 ജാനുവരി 2018 to 31 ഡിസംബർ 2018. അപ്പോൾ ഇതെല്ലാവരും വായിച്ച് കാണും. ഇനി ഇതിൽ ഏതൊക്കെ ഐറ്റത്തിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളത് നിങ്ങൾ ടിക്കറ്റ് ഉണ്ടായിരിക്കും. റെസിപ്റ്റ്സിൽ ഏതൊക്കെ ഐറ്റത്തിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്? സബ്സ്ക്രിപ്ഷൻ, എൻട്രൻസ് ഫീസ്, പേയ്മെൻറ്റ് സൈഡിൽ സാലറീസ്, ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് എക്യുപ്മെൻറ്റ്. ഇത്ര ഐറ്റത്തിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഐറ്റം എഴുതുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ആദ്യം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31 ഡിസംബർ 2018. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ടത് ഏതായിരിക്കണം? റവന്യൂ നേച്ചറിലുള്ള പേയ്മെൻറ്റ്സും റെസീപ്റ്റ്സും മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാവൂ. അപ്പോൾ ആദ്യം പേയ്മെൻറ്റ് സൈഡ് എടുക്കാം. പേയ്മെൻറ്റ് സൈഡിൽ വന്നിരിക്കുന്ന റവന്യൂ നേച്ചറുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്? സാലറീസ് ആൻഡ് വേജസ്, ഓഫീസ് ആൻഡ് എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ടെലിഫോൺ ചാർജസ്. ഇതിൽ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സും അതുപോലെ തന്നെ ബാലൻസ് ക്യാരി ഡൗൺ ഓഫ് ക്യാഷ്, ഇത് രണ്ടും എഴുതേണ്ടത് എവിടെയായിരിക്കണം? ബാലൻസ് ഷീറ്റിലായിരിക്കണം. അതുപോലെ തന്നെ റെസിപ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന റവന്യൂ നേച്ചറിലുള്ള റെസിപ്റ്റ്സിൽ ഏതൊക്കെയാണ്? സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ. എൻട്രൻസ് ഫീസ് എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് എൻട്രൻസ് ഫീസ് ടു ബി ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞ കാരണം കൊണ്ട് അത് ബാലൻസ് ഷീറ്റിൽ എഴുതാം. അതുപോലെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്, അതും ബാലൻസ് ഷീറ്റിൽ എഴുതാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എൻട്രൻസ് ഫീസാണ്, ക്യാപിറ്റലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാം. ഇനി നമുക്ക് ആദ്യം പേയ്മെൻറ്റ് സൈഡ് എടുക്കാം. പേയ്മെൻറ്റ് സൈഡിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? സാലറീസ് ആൻഡ് വേജസ്, ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ്, റെസിപ്റ്റ്സ്. അപ്പോൾ അത് നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിൽ ആദ്യം എഴുതാം. അപ്പോൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ സാലറീസ് ആൻഡ് വേജസ് 4000, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി 1500, ടോട്ടൽ 5500. ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് എക്യുപ്മെൻറ്റ് എത്രയാണ്? 10% ആണ്. സ്പോർട്സ് എക്യുപ്മെൻറ്റ്സിൻ്റെ എമൗണ്ട് 8000. അപ്പോൾ എത്രയാണ് ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് എക്യുപ്മെൻറ്റ്? 8000 ഇൻറ്റു 10/100, 800. എക്സ്പെൻഡിച്ചർ സൈഡിൽ ഡിപ്രീസിയേഷൻ ഓൺ സ്പോർട്സ് എക്യുപ്മെൻറ്റ് 800. ഇനി റെസിപ്റ്റ് സൈഡിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന ഏതാണ്? സബ്സ്ക്രിപ്ഷൻ. 2 വർഷത്തെ തന്നിട്ടുണ്ട്. ഇതിൽ 2013 14 തന്നിരിക്കുന്നത്. അത് നിങ്ങളത് കറക്റ്റ് ചെയ്യാം. അവിടെ 2013 പകരം 2017 എഴുതാം, 2014 പകരം 2018 എന്ന് എഴുതാം. അപ്പോൾ അതിൽ കറൻറ്റ് ഇയർ ഏതാണ്? 2018 ആണ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറൻറ്റ് ഇയറിൽ സബ്സ്ക്രിപ്ഷൻ മാത്രമേ എടുക്കാവൂ. കറൻറ്റ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 2018 10,000. ഇനി അതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 3500. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാം. അപ്പോൾ ഇൻകം സൈഡിൽ സബ്സ്ക്രിപ്ഷൻ 10,000, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 3500, ടോട്ടൽ 13,500. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം എഴുതി കഴിഞ്ഞു. എൻട്രൻസ് ഫീസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അത് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഇനി ബാക്കിയുള്ള ഐറ്റംസ് എഴുതാം. പേയ്മെൻറ്റ് സൈഡിൽ റവന്യൂ നേച്ചറിൽ വരുന്ന ഏതൊക്കെയാണ്? ഓഫീസ് എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ടെലിഫോൺ ചാർജസ്. റെസിപ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന റവന്യൂ നേച്ചറിലെ ഇൻകം ഏതാണ്? ഡൊണേഷൻ. അപ്പോൾ ഈ 4 ഐറ്റം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാം. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം
എക്സ്പെൻഡിച്ചർ സൈഡിലും ഇൻകം സൈഡിലും എഴുതി കഴിഞ്ഞു. ഇനി രണ്ട് സൈഡും ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഇൻകം സൈഡിലാണ് കൂടുതൽ വരുന്നത്. അതെന്തായിരിക്കും? സർപ്ലസ് ആയിരിക്കും. എത്രയാണ് സർപ്ലസ്? 10,200. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 11. നിങ്ങൾ വായിച്ച് നോക്കുക, അതിന് ശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പം നിങ്ങളത് വായിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും. വായിച്ച് നോക്കിയതിന് ശേഷം അതിൽ റവന്യൂ നേച്ചറിലുള്ള റെസീപ്റ്റ്സും പേയ്മെൻറ്റ്സും മാത്രം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാം. ഇനി നമുക്ക് ഓരോന്നും എവിടെ എഴുതേണ്ടത് നോക്കി നോക്കാം. ബാലൻസ് ക്യാരി ഡൗൺ, അത് ബാലൻസ് ഷീറ്റിലാണ്. ഡിസ്പോസൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിസ്പോസൽ മീൻസ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ അസറ്റ്സ് സെയിൽ നടത്തിയിരിക്കുന്നതാണ്. അസറ്റ്സ് സെയിൽ നടത്തുമ്പോൾ അതിൽ പ്രോഫിറ്റ് ലോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാവൂ. അതെങ്ങനെ അറിയാം? നമുക്കവിടെ അതിൻ്റെ ബുക്ക് വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ പ്രോഫിറ്റാണ് ലോസാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊന്നും തന്നിട്ടില്ല. അപ്പോൾ അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ നടത്തിയപ്പോൾ ലാഭമോ നഷ്ടമോ ഇല്ല. അപ്പോൾ അത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഡൊണേഷൻ 100 ജനറലാണോ സ്പെസിഫിക് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ജനറലായിട്ട് എടുക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാം. സബ്സ്ക്രിപ്ഷൻ 9,000. സബ്സ്ക്രിപ്ഷനെ കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നിട്ടില്ല. കറൻറ്റ് ഇയറിലാണൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കറൻറ്റ് ഇയറിലായിട്ട് എടുക്കുക. 9,000 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുക. നെക്സ്റ്റ് വൺ, സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ 300. കണ്ടോ, ഫർണിച്ചർ സെയിൽ നടത്തിയപ്പോൾ 300 കിട്ടി. അതിൻ്റെ ബ്രാക്കറ്റിൽ തന്നേക്കുന്നത് കണ്ടോ, ബുക്ക് വാല്യൂ ₹400. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? 400 രൂപയുടെ ഫർണിച്ചർ സെയിൽ നടത്തിയപ്പോൾ കിട്ടിയത് 300 ആണ്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഫർണിച്ചർ വിറ്റപ്പോൾ നഷ്ടമാണ് വന്നിരിക്കുന്നത്. ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചറാണ്. എത്ര രൂപയാണ് നഷ്ടം? 100. അപ്പോൾ അതവിടെ എഴുതണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാം. മനസ്സിലായില്ലോ? അതായത് ഫർണിച്ചർ വിറ്റപ്പോൾ കിട്ടിയിരിക്കുന്നത് 300 രൂപയാണ്. അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 400 ആണ്. അപ്പോൾ അവിടെ നഷ്ടത്തിലാണ് ഫർണിച്ചർ വിറ്റിരിക്കുന്നത്. എത്ര രൂപയാണ് നഷ്ടം? 100 രൂപയാണ്. അപ്പം നഷ്ടമായതുകൊണ്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാം. ലാഭമാണെങ്കിൽ ഇൻകം സൈഡിൽ എഴുതാം. അപ്പോൾ ലാഭം നഷ്ടം നോക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ വർഷം ഡിപ്രീസിയേഷൻ്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തത് പേയ്മെൻറ്റ് സൈഡ്. ഫർണിച്ചർ അസറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. സൈക്കിൾ അസറ്റ് സൈഡിൽ എഴുതാം. സാലറി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. റെൻറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സ്റ്റേഷനറി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. കൊങ്കൺ റെയിൽവേ ബോണ്ട്, അത് ഗവൺമെൻറ്റിൻ്റെ ബോണ്ടാണ്. അത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ബാലൻസ് ഷീറ്റിൽ എഴുതാം. ബാലൻസ് ക്യാരി ഡൗൺ, അതും ബാലൻസ് ഷീറ്റിൽ എഴുതാം. അപ്പോൾ റെസീപ്റ്റ് സൈഡിൽ, അതായത് ഇൻകം സൈഡിൽ എഴുതേണ്ട ഐറ്റംസ് ഏതൊക്കെയാണ്? റവന്യൂ നേച്ചറിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ഡൊണേഷൻ, സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇൻകം സൈഡിൽ എഴുതാം. പേയ്മെൻറ്റ് സൈഡിൽ എഴുതേണ്ടത് ഏതൊക്കെയാണ്? സാലറി, റെൻറ്റ്, സ്റ്റേഷനറി. പിന്നെ ഇതിലത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചറാണ്. ആ നഷ്ടം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ ആദ്യം എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതി 100. ഇനി ബാക്കിയുള്ള റവന്യൂ നേച്ചറിൽ എക്സ്പെൻസ് ഇൻകം അതാത് സൈഡിൽ എഴുതാം. ഏതൊക്കെയാണ് എക്സ്പെൻഡിച്ചർ? സാലറി, റെൻറ്റ്, സ്റ്റേഷനറി, ഇൻകം, ഡൊണേഷൻ, സബ്സ്ക്രിപ്ഷൻ. രണ്ട് സൈഡും ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സർപ്ലസ് ആണ്. എത്ര സർപ്ലസ്? 3,500.